ഡോക്ടർ മറിയ, അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് വീണ്ടും വീണ്ടും പറയുന്നതിൻ്റെ അർത്ഥം, അല്ലെങ്കിൽ അതിൻ്റെ ഉദ്ദേശം വേറെ തരത്തിലൊരു ദുർവ്യാഖ്യാനങ്ങളൊന്നും ഇനി വേണ്ട എന്നാണോ? അതെ 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 ഞാനത് കഴിഞ്ഞ 15 വർഷമായിട്ടും സോഷ്യൽ സർവീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തുടർന്നും അത് ചെയ്യും എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഉമ്മൻചാണ്ടി സാറിന്റെ വിയോഗമുണ്ടായ സമയത്ത് വലിയൊരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ വലിയൊരു ആകാംക്ഷ കേരളത്തിൽ നിലനിന്നിരുന്നു. ആരാണ് അദ്ദേഹത്തിന്റെ പിൻഗാമിയാകാൻ പോകുന്നത്, അദ്ദേഹത്തിന്റെ പകരക്കാരനായി ആരാണ് പുതുപ്പള്ളിയിൽ മത്സരിക്കാൻ പോകുന്നത്. അന്ന് മാധ്യമപ്രവർത്തകർ, എനിക്ക് ഓർമ്മയുണ്ട്, എല്ലാ മാധ്യമങ്ങളും തന്നെ നിങ്ങളെല്ലാം പൊതിഞ്ഞു. നിങ്ങളോട് എപ്പോഴും ആരായിരിക്കും ഇനി വരാൻ പോകുന്നത് എന്ന ആകാംക്ഷ നിറഞ്ഞ ചോദ്യങ്ങൾ നിങ്ങൾക്ക് നേരെ ഉണ്ടായി. അന്ന് മറിയ ഉമ്മൻ നടത്തിയ ഒരു പ്രതികരണം എൻ്റെ ഓർമ്മയിൽ ഇപ്പോഴും ഉണ്ട്. താങ്കൾ പറഞ്ഞത്, എനിക്കും അച്ചുവിനും രാഷ്ട്രീയ താല്പര്യങ്ങളില്ല, രാഷ്ട്രീയ മോഹങ്ങളില്ല, പക്ഷേ പാർട്ടി പറഞ്ഞാൽ കുടുംബത്തിൽ നിന്ന് ഒരാൾ ഉമ്മൻചാണ്ടിക്ക് പകരക്കാരനായി ഉണ്ടാകുമെന്നാണ്. പിന്നെ പുതുപ്പള്ളിക്കാർ കണ്ടത് ചാണ്ടി ഉമ്മൻ മത്സരരംഗത്തിറങ്ങുന്നതും റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ നിയമസഭയിലേക്ക് എത്തുന്നതുമാണ്. രാഷ്ട്രീയത്തിലേക്ക് ഇല്ല എന്ന ഒരു തീരുമാനം അന്ന് താങ്കൾക്കുണ്ടായിരുന്നു. അതൊരു ഉറച്ച തീരുമാനമായിരുന്നു, അതോ അപ്പോഴത്തെ മാനസികാവസ്ഥയായിരുന്നു? ഞാൻ പറഞ്ഞല്ലോ, അന്ന് ഈ കൺഫ്യൂഷന്റെ കാര്യം അങ്ങനെ അതൊരു വെറും മീഡിയ ക്രിയേഷൻ മാത്രമായിരുന്നു. ഒന്നാമതെ ഞങ്ങൾ അത്രയും വലിയ ഷോക്കിൽ ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു അപ്പയുടെ മരണസമയം എന്ന് പറഞ്ഞത്. അപ്പം അത് ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തത് തന്നെ ഞങ്ങൾ ആ ഷോക്കിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ്. അപ്പം അനാവശ്യമായി അത് ഞങ്ങളുടെ വീട്ടിനകത്ത് അങ്ങനെ ഒരു കൺഫ്യൂഷനേ ഇല്ലായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ ആർക്കും അതിനെപ്പറ്റി ചിന്തിക്കാനുള്ള ഒരു അവസരം പോലും ഇല്ലായിരുന്നു സത്യം പറഞ്ഞ. അപ്പം അതുകൊണ്ട് ചാണ്ടി അല്ലാതെ വേറൊരു ക്വസ്റ്റ്യൻ അവിടെ ഇല്ല. ഞങ്ങൾ വളരെ വളരെ ക്ലിയർ ആയിരുന്നു. ഞങ്ങളാരും അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല സത്യം പറഞ്ഞ. പിന്നെ അത് കഴിഞ്ഞ 2 വർഷം ഞാൻ പറഞ്ഞു 15 വർഷമായി സാമൂഹ്യ പ്രവർത്തനം ചെയ്യുന്നുണ്ടെങ്കിലും കഴിഞ്ഞ 2 വർഷമായിട്ടാണ് അതിന് ഒരുപാട് വെളിച്ചം കണ്ടത്. ഒരുപാട് പേര് അറിയുന്നതും ഞാൻ ഇങ്ങനെ ചെയ്യുന്നു എന്ന് അറിയുന്നതും കണ്ട് അതിന്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതും ചെയ്തുകൊണ്ടിരിക്കുന്നതും. അത് തുടർന്ന് കൊണ്ടുപോകാനാണ് തൽക്കാലത്തെ സാഹചര്യത്തിൽ എന്തായാലും അങ്ങനെ തുടർന്ന് കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത്. അല്ല, സത്യത്തിൽ മറിയ ഉമ്മൻ, ഞാൻ ആ ചോദ്യങ്ങളിലേക്ക് ഒന്നും വന്നില്ല. പക്ഷേ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, എല്ലാ ഉത്തരങ്ങളിലും താങ്കൾ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. 15 വർഷമായി താങ്കൾ സാമൂഹിക സേവന രംഗത്തുണ്ട്, സാമൂഹിക പ്രവർത്തകയായി നിൽക്കുന്നുണ്ട്. അപ്പോഴൊന്നും കിട്ടാത്തൊരു ശ്രദ്ധ, അല്ലെങ്കിൽ അപ്പോഴൊന്നും വെളിച്ചം കാണാതിരുന്ന ഈ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഈ കഴിഞ്ഞ 1.5 വർഷമായി കൂടുതൽ ആളുകൾ അറിഞ്ഞു വരുന്നു, കൂടുതൽ നോട്ടീസ് ചെയ്യപ്പെടുന്നു എന്നാണ്. അതെല്ലാം ശരിയാണ്. പക്ഷെ അപ്പോഴും ഒരു വളരെ നിർണായകമായൊരു ചോദ്യം ബാക്കി നിൽക്കുന്നുണ്ട്. രാഷ്ട്രീയത്തിലേക്കില്ല എന്ന് അന്ന് പറഞ്ഞത് വളരെ ഗൗരവത്തിൽ തന്നെയാണോ, ആ തീരുമാനത്തിൽ തന്നെയാണോ ഡോക്ടർ മറിയ ഉമ്മൻ ഇപ്പോഴും ഉള്ളത്? ഇപ്പം അങ്ങനെ പറയേണ്ടതായ അതിൻ്റെ ഒരു സാഹചര്യം ഇല്ലല്ലോ. ഇപ്പം നിങ്ങൾ പറയുന്നത് പോലെ തന്നെ ഇപ്പം ചാണ്ടി MLA ആണ്, പുതുപ്പള്ളിയുടെ MLA ആണ്, നല്ല വമ്പിച്ച ഭൂരിപക്ഷത്തിൽ ജയിച്ച് അവിടെ നല്ല രീതിയിൽ പോകുന്ന MLA ആണ്. അപ്പം ഞാൻ രാഷ്ട്രീയത്തിൽ വരണമോ വേണ്ടയോ എന്നൊരു ഡിസ്കഷൻ പോയിന്റ് പോലും വരേണ്ട ഒരു ആവശ്യകതയില്ല. അത് പല സ്ഥലത്തും ഞാൻ യാത്ര ചെയ്യാറുണ്ട്, പോകാറുണ്ട്, പരിപാടികൾക്ക് പോകാറുണ്ട്. ഞാൻ ചെയ്യുന്ന പരിപാടികളുണ്ട്, മറ്റുള്ളവർ എന്നെ ഗസ്റ്റായിട്ട് വിളിക്കുന്ന പരിപാടികളുണ്ട്. അത് പൊളിറ്റിക്കലുണ്ട്, നോൺ പൊളിറ്റിക്കലുണ്ട്, സോഷ്യൽ ആയിട്ടുള്ളതുണ്ട്, മതപരമായിട്ടുള്ളത്. ഇവിടെ പല സ്ഥലത്തും പോകുമ്പോഴൊക്കെ പലരും എന്നോട് വന്ന് പല കാര്യങ്ങൾ സ്നേഹത്തോട് പറയുകയും കൂടുതൽ ആക്റ്റീവ് ആവണം എന്ന് പറയുകയൊക്കെ ചെയ്യുന്നതൊക്കെ ഉണ്ട്. അതൊക്കെ വളരെ സ്നേഹത്തോടുകൂടെ ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നു. അതെല്ലാം എൻ്റെ അപ്പയോടുള്ള സ്നേഹമാണ് എന്ന് തിരിച്ചറിയുന്നു. ഇതിനേക്കാൾ അധികമായിട്ട് ഇതിനപ്പുറമായിട്ട് ഞാൻ ആ ഒരു ക്വസ്റ്റിന് ആൻസർ ചെയ്യണമെന്ന് തോന്നുന്നില്ല. ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു, തൽക്കാലം ഈ സാഹചര്യത്തിൽ ഞാൻ ഇങ്ങനെ തുടർന്നു കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത്. അതിൽ കൂടുതൽ വരുന്നതെല്ലാം ന്യൂസ് മാത്രമെന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതല്ല ഡോക്ടർ മറിയ ഉമ്മൻ, അല്ല, ഞാൻ മനസ്സിലാക്കുന്നു ഡോക്ടർ മറിയ ഉമ്മൻ. പക്ഷേ അതിനകത്ത് ഒരു പ്രശ്നം, ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ ചാണ്ടി ഉമ്മൻ MLA ആണ്, ശരിയാണ്. പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ പകരക്കാരനായി, അദ്ദേഹത്തിന്റെ പിൻഗാമിയായി വന്നത് ചാണ്ടി ഉമ്മനാണ്. അദ്ദേഹത്തെ പുതുപ്പള്ളിക്കാർ 2 കൈയും നീട്ടി സ്വീകരിച്ചു. അദ്ദേഹം നിയമസഭയിൽ ഇപ്പോൾ ആ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നുണ്ട്, ശരി തന്നെ. പക്ഷേ അതൊന്നും ഡോക്ടർ മറിയ ഉമ്മന്റെ
രാഷ്ട്രീയ സാധ്യതകളെ ഇല്ലാതാക്കുന്ന ഘടകങ്ങളല്ലല്ലോ. ഇപ്പോൾ ഉദാഹരണത്തിന് ലീഡർ കെ കരുണാകരന്റെ 2 മക്കളും രാഷ്ട്രീയത്തിലുണ്ടായിരുന്നു. ഒരു ഘട്ടത്തിൽ 3 പേരും ഒരേപോലെ പൊതുരംഗത്തുണ്ടായിരുന്ന സാഹചര്യമുണ്ടായി. പിന്നെ എത്ര നേതാക്കളുടെ മക്കളാണ് പൊതുരംഗത്തുള്ളത്? ഇതാ ഇപ്പോൾ എം വി രാഘവന്റെ മകൻ എം പി നികേഷ് കുമാർ, അതേപോലെ വി എസ് അച്യുതാനന്ദന്റെ മകൻ വി അരുൺകുമാർ ഇതാ മത്സരരംഗത്തേക്ക് വരുമെന്നുള്ള അഭ്യൂഹങ്ങൾ നിലനിൽക്കുന്നു. ഞാൻ ലീഡർ കെ കരുണാകരന്റെ കാര്യം എടുത്തു പറയാൻ ഉള്ളൊരു കാരണം 2 മക്കളും ലീഡറിന്റെ 2 മക്കളും രാഷ്ട്രീയത്തിലുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ചാണ്ടിയുമ്മനുണ്ട്, അതുകൊണ്ട് ഇനിയിപ്പോൾ ഞങ്ങളാരുമില്ല എന്ന് പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടോ വീട്ടിൽ? ഗോകൃഷ്ണൻ, ഞാൻ മൾട്ടിപ്പിൾ ടൈംസ് പിന്നെയും ഞാൻ പറഞ്ഞു, തൽക്കാലം ഞാൻ ഇതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. ഞാൻ അന്ന് ഈ സാമൂഹ്യ പ്രവർത്തനവുമായി തന്നെ മുമ്പോട്ട് പോകാനാണ് തൽക്കാലം ആഗ്രഹിക്കുന്നത്. അതിനപ്പുറത്തേക്കൊരു ചോദ്യത്തിന് ഇപ്പൊ പ്രസക്തി ഇല്ല എന്നുള്ളതാണ് അതിന്റെ സത്യം. അത് പിന്നെ തിരിച്ചും മറിച്ചും ചോദിച്ചത് കൊണ്ട് അതിൽ കൂടുതൽ ഉത്തരം പറയാൻ എനിക്കില്ല. അതാണ് എനിക്ക് ക്ലിയർ ആക്കാനായിട്ടുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.